ഹായ് ഫ്രണ്ട്സ്, സൃഷ്ടി ഡിസൈൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടമുള്ള നല്ല നല്ല ചുരിദാറുകൾ നമ്മൾ ചിലപ്പോൾ മാറ്റി വെച്ചിരിക്കുന്നുണ്ടാവും അല്ലേ. അതായത് നമ്മുടെ ഡെലിവറിയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് തടിച്ചിട്ടുണ്ടാവും. അപ്പോൾ എത്ര നമ്മൾ അയച്ചിട്ടും സ്ലിറ്റിൻ്റെ ഈ ഭാഗത്ത് നമുക്കത് കറക്റ്റ് ആക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഡ്രസ്സുകൾ, നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനെല്ലാം ഒരു സൊല്യൂഷനായിട്ട് നമ്മുടെ ഈ സ്ലിറ്റിൻ്റെ ഭാഗം നല്ല വൃത്തിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിപ്പം മാറ്റി വെച്ചിരുന്ന ഒരു ഡ്രസ്സാണ്, എൻ്റെ കല്യാണത്തിന് മുന്നേ ഉള്ള ഡ്രസ്സാണ്. അപ്പോൾ ഞാനുണ്ടല്ലോ ഈ ഭാഗത്തെ സ്റ്റിച്ചൊക്കെ ഒന്ന് അഴിച്ചു നോക്കിയപ്പോൾ ഇവിടെയൊക്കെ എനിക്കിപ്പോൾ പാകമാണ്. പക്ഷേ ഇവിടെ നമുക്ക് ടൈറ്റാണ്, അതായത് നമ്മൾ സ്ലിറ്റിൻ്റെ പോർഷൻ ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ടൈറ്റായിട്ട് നിൽക്കുന്നതിലൂടെ എന്ത് പറ്റും, നമ്മുടെ വയറൊക്കെ നല്ലോണം പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും, ഈ ഭാഗം മാത്രം ടൈറ്റായിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെയും കൂടെ സ്ലിറ്റിൻ്റെ ഭാഗം കൂടെ ഒന്ന് അഴിച്ചെടുക്കണം നമ്മൾ ആദ്യം. അപ്പോൾ ഞാനിപ്പോൾ ഇത് അഴിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് തിരിച്ച് കാണിക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ഏകദേശം ഇത്രയും സ്റ്റിച്ചസ് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ഇത്രയും ഗ്യാപ്പ് വന്നിട്ടുണ്ട്. എനിക്ക് ഈ ഒരു അളവിന് പാകത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ ഈ സ്ലിറ്റിൻ്റെ ഭാഗം നമ്മൾ കറക്റ്റിന് ഇങ്ങോട്ടാക്കി നമ്മുടെ ഇതാണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തിരുന്നത്. അതുകൂടെ ഞാൻ മേള് വരെയും അഴിച്ചെടുത്തിട്ടുണ്ട്. അഴിച്ചതിന് ശേഷം നമ്മൾ സ്ലിറ്റിൻ്റെ പോർഷൻ കുറച്ചുകൂടെ നീക്കിയിട്ട് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ കുറച്ചുകൂടെ ഈ ഒരു ഭാഗം കുറച്ചുകൂടെ ഇങ്ങോട്ടാക്കിയിട്ട് നമ്മൾ സ്ലിറ്റ് മാർക്ക് ചെയ്തിരുന്ന അതുവരെയും, നേരത്തെ അടിച്ചു വെച്ചിരുന്ന അതുവരെയും നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നേരെ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇതുവരെയാണ്. അപ്പോൾ ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ബാക്കി തയ്യൽ തുമ്പ് എന്ന് പറയുമ്പോൾ ഒരു 1/2 ഇഞ്ച് ഉണ്ടാവത്തില്ല, അതിലും കുറവായിരിക്കും. ഇത് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ മടക്കി സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് വെച്ചോ, തീരെ ഭംഗി ഉണ്ടാവില്ല. നമുക്ക് ഒരിക്കലും ആ ഒരു കറക്റ്റ് ഫിനിഷിങ്ങിൽ നമുക്ക് ആ ഒരു സ്ലിറ്റിൻ്റെ പോർഷൻ കിട്ടത്തില്ല. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ കറക്റ്റ് ഫിനിഷിങ്ങിൽ എങ്ങനെയാണ് നമ്മൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നമുക്കിതിലൂടെ നോക്കാം. അതിനുശേഷം നമ്മൾ ഈ വരച്ചിരുന്ന വരയിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെയുള്ള സ്റ്റിച്ച് ഇവിടെ ആയിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, ഏകദേശം ഒരു 3/4 ഇഞ്ചോളം ഒരു സൈഡിൽ നമുക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. അത്രയും നമുക്ക് എക്സ്ട്രാ കിട്ടും, നമുക്ക് ഓരോരുത്തരുടെ അളവിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ 2 സൈഡിലും നമുക്ക് അങ്ങനെ കിട്ടുമ്പോൾ നല്ല ലൂസ് കിട്ടും കേട്ടോ. അതിനുശേഷം നമുക്ക് കണ്ടില്ലേ, ഇവിടെ നമുക്കൊരു ഏകദേശം ഒരു 1/2 ഇഞ്ച് അത്രയും നമുക്ക് ഇവിടെ ബാക്കിയുള്ളൂ. ഇതിനനുസരിച്ചിട്ടാണ് നമ്മൾക്ക് ഇനി സ്ലിറ്റ് നമ്മൾ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, സ്ലിറ്റിന് വേണ്ടിയിട്ട് ഞാൻ മാച്ചിന് ഏത് തുണി വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു കോട്ടൺ ലൈനിങ്ങിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ഒരു 1.5 ഇഞ്ച് വീതിക്കാണ് ഈ ലൈനിങ്ങിൻ്റെ മെറ്റീരിയൽ എടുത്തിരിക്കുന്നത്. 1.5 ഇഞ്ച് വീതിക്ക് കുറച്ച് നീളം, അതായത് നമ്മുടെ ഇതിൻ്റെ ഫുൾ നീളത്തിന് എടുക്കണം. അപ്പോൾ ഇതിന് നമ്മൾ ആദ്യം അയൺ ചെയ്യാനാണ് പോകുന്നത്. ഒരു 1/2 ഇഞ്ച് ഡിസ്റ്റൻസിൽ നമ്മൾ ആ 1.5 ഇഞ്ച് എടുത്തതിന് ഒരു 1/2 ഇഞ്ച് ഡിസ്റ്റൻസിൽ നമ്മൾ ഇവിടെ നിന്ന് ഒരു സൈഡ് ആദ്യം ഒന്ന് മടക്കി കൊടുക്കും. നമുക്ക് ഈസി ആയിട്ട് തന്നെ അയൺ ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് ഇങ്ങനെ പിടിച്ച് ഒരു 1/2 ഇഞ്ച് ഡിസ്റ്റൻസിൽ ഈ സൈഡ് ഇങ്ങനെ അയൺ ചെയ്ത് കൊടുക്കുക. അതുപോലെ തിരിച്ച് ഇപ്പുറത്തെ സൈഡും അയൺ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഇതിങ്ങോട്ടും ആദ്യം ആ ഒരു 1.5 ഇഞ്ചിനെ ഇങ്ങോട്ടും മടക്കിയിട്ട് നമ്മൾ അയൺ ചെയ്ത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഏത് ക്ലോത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. മാച്ചിന് ഏത് ക്ലോത്ത് ആയാലും പ്രശ്നമില്ല. ഇതിപ്പോൾ ചെറിയൊരു മാച്ച് കുറവാണെങ്കിലും പ്രശ്നമില്ല. ഇത് ഫുൾ അകത്ത് പോകുന്നത് കൊണ്ട് വലിയ പ്രശ്നം നമുക്ക് ഉണ്ടാവത്തില്ല കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ഭാഗം എടുത്തിട്ട് നമ്മൾ ആ ഒരു ഈ മേളിലുള്ള തുണി മാത്രം എടുക്കുക. അടിയിലുള്ള തുണി വേണ്ട, മേളിലുള്ള തുണി മാത്രം എടുത്തിട്ട് നമ്മൾ ആ സ്ലിറ്റിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നില്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ കട്ട് കൊടുക്കുക. മേളിലെ പോർഷൻ മാത്രമാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ അയൺ ചെയ്ത് വെച്ചിരിക്കുന്ന പീസ് എടുക്കുക. ഇതിന് കറക്റ്റ് ഇങ്ങനെ 2ആയിട്ട് മടക്കിയിട്ട് ആ ഒരു സെൻറ്റർ ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ആ ഒരു സെൻറ്റർ മാർക്ക് ചെയ്തില്ലേ, അതിൻ്റെ നമ്മൾ അയൺ ചെയ്ത് ആ ഒരു പീസിനെ ഇങ്ങനെ മടക്കി വെച്ച ഭാഗം, ഇത് റോങ് സൈഡും മറ്റത് നല്ല വശമാണ്. റോങ് സൈഡ് എടുത്തിട്ട് ഈ ഭാഗത്താക്കി നമ്മൾ ഓപ്പൺ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നതിൻ്റെ ഈ മേളിലാക്കി വെച്ചിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തതുപോലെ അതിൻ്റെ മേലെ കൂടെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ ക്ലോത്തിനെ ഇങ്ങോട്ട് മാറ്റിയിട്ട്
ഇതിങ്ങനെ തിരിച്ച് ഫോൾഡ് ചെയ്യുക. കണ്ടില്ലേ, ഇങ്ങനെ തിരിച്ച്. അപ്പോൾ നമ്മുടെ നല്ല വശമാണ് മേളിലേക്ക് വന്നിരിക്കുന്നത്. തിരിച്ച് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് എത്ര ക്ലോത്താണോ സ്റ്റിച്ച് ചെയ്യേണ്ടത്, നമുക്കൊരു 1/2 ഇഞ്ചാണ് ഇല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ചാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെങ്കിൽ, നമുക്ക് ഇവിടെ കുറച്ച് തുണി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നിന്നൊരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മേളിൽ നിന്നേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ആ ഒരു കോണിൻ്റെ ഭാഗത്ത് നിന്നേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. താഴെ വരെയും ആ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ തന്നെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവുക. കണ്ടില്ലേ, നമ്മളിതാ താഴെ വരെയും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ തിരിച്ച് വെക്കാം. ഇങ്ങനെ തിരിച്ച് വെച്ചതിന് ശേഷം ഈ തുണിയെ നേരത്തെ തിരിച്ചതുപോലെ തന്നെ തിരിക്കുക. അതായത് ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിരുന്നതിനെ വീണ്ടും ഇങ്ങോട്ട് തിരിക്കുന്നുണ്ട്. ഇങ്ങോട്ട് തിരിച്ച് നമ്മളൊന്നും വലിച്ച് പിടിക്കാണ്ട് ആദ്യം ഇതിൻ്റെ ലെങ്ത് താഴെ വരെയും കറക്റ്റിന് നോക്കുക. താഴ്ന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് ആ ഒരു ലെങ്ത്ത് നമ്മൾ കറക്റ്റ് നോക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വലിച്ചൊന്നും പിടിക്കാണ്ട് നമ്മുടെ കറക്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് കറക്റ്റ് ഒന്ന് താഴെ വരെ അതിൻ്റെ ലെങ്ത് നോക്കിയതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത്, നമ്മൾ നേരത്തെ 1/4 ഇഞ്ച് ഡിസ്റ്റൻസ് ആണ് ഇട്ടിരുന്നത്, അതുപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. കറക്റ്റ് നമ്മുടെ ആ ഒരു സ്ലിറ്റിൻ്റെ പോർഷൻ വരെ നമ്മൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് ഇങ്ങോട്ട് തിരിച്ച് വെച്ചിട്ട് സ്ലിറ്റിൻ്റെ പോർഷൻ വരെ നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നേരെ ഈ ഭാഗം അകത്തേക്ക് ആക്കിയിട്ട് നമ്മുടെ ആ ഒരു ഫുൾ ക്ലോത്തും കവർ ചെയ്ത് വരുന്ന രീതിക്ക് ഇവിടെ കൂടെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഈ അരികത്തൂടെ ഇനി ഈ ഭാഗം വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് കൊടുക്കണമെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് കൊടുക്കുക. അതായത് നമ്മളെപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ ഇവിടെ നിന്ന് സ്ട്രൈറ്റ് ഇങ്ങനെ കൊടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇല്ല, നമുക്ക് ഡിഫറെൻ്റായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കോണായിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കാം. ഇവിടെ നിന്ന് നേരെ മേളിൽ വന്ന് ഇവിടെ നിർത്തി, അവിടെ നിന്ന് നേരെ ഇവിടെ നിർത്തി, അവിടെ നിന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ അയൺ ചെയ്തെടുക്കുന്നതിലൂടെ നമുക്ക് ആ ഒരു മടക്കി കിട്ടുന്നത്, അതായത് വീണ്ടും നമുക്ക് മടക്കേണ്ട ആവശ്യമില്ല, കറക്റ്റായിട്ട് അയണായിട്ടിരിക്കുന്നത് കൊണ്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതിയായിരിക്കും. ഇല്ലേ, നമ്മൾ ഇങ്ങനത്തെ ഒരു ഷേപ്പിലും കിട്ടുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ലവണ്ണം നേരത്തെ സ്റ്റിച്ച് ചെയ്തത് ഈ ഭാഗത്തായിരുന്നു. അപ്പം നമുക്ക് ഇത്രയും തുണിയൂടെ കൂടുതൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇതുപോലെ കിട്ടും. അരികത്തൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടും. ഈ ഒരു ഐഡിയ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഇതിപ്പോൾ ഹിപ്പിൻ്റെ ഭാഗത്തൊക്കെ തുണി കുറവാണെങ്കിലും നമുക്കിങ്ങനെ ഒരു പീസ് വെച്ചിട്ട് തയ്ച്ച് എടുത്താൽ ഒരുപാട് നമുക്ക് തുണി ലാഭിക്കാനും പറ്റും. നല്ല ഭംഗിയിൽ തന്നെ കിട്ടുകയും ചെയ്യും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്